ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കളിക്കാൻ പോണ ബ്ലോക്സിലാണ്. നമുക്ക് പുതിയ അപ്ഡേറ്റ് വന്ന് ഈസ്റ്റർ അപ്ഡേറ്റ്. അപ്പോൾ നമ്മൾ ഈ അപ്ഡേറ്റിൽ കളിക്കാൻ എനിക്ക് കുറച്ചൊക്കെ അറിയാൻ കണ്ടായിരുന്നു കളിക്കുന്നത്. ഈ മാപ്പ് കണ്ടോ? ഈ മാപ്പിൽ 24 eggs ഉണ്ടാവും. അങ്ങനെ കണ്ടത് ഈ ഇവിടെ ഒന്ന് തപ്പി നോക്കട്ടെ കേട്ടോ. എനിക്കൊരു എഗ്ഗ് കിട്ടുമോ നോക്കാം. എന്താണ് ഇതിലിങ്ങനെ എഗ്ഗ് കിട്ടുന്നുണ്ട്. എഗ്ഗ് കിട്ടി എൻ്റെ ഫസ്റ്റ് ടൈമത്തെ എഗ്ഗ് കിട്ടി. എനിക്ക് ഷോക്ക് വേവ് എഗ്ഗ് കിട്ടിയില്ലേ. ഇനി ഇത് നമുക്ക് ഓപ്പൺ ചെയ്യണം. സ്റ്റാഷ് അതെ അത് ഗൈസ്. അപ്പം അത് നമുക്ക് അങ്ങനെയല്ല കേട്ടോ, ഇത് ഓപ്പൺ ചെയ്യാനുള്ളതല്ല. ഇപ്പം നമുക്ക് ഇവിടെ പോയിട്ട് വേണമെങ്കിൽ ഇത് ക്ലെയിം ചെയ്യാം. 100 ക്യാൻഡി ക്ലെയിം ചെയ്യാം. പിന്നൊരു പുതിയതായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോകും. മിഡിൽ ടൗണിലാണ് എവിടെ നിന്നാണെങ്കിൽ ഇത് കിട്ടാം കേട്ടോ. എഗ്ഗാണെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിൽ കിട്ടാം. ബോക്സസ് കുറച്ച് പോകട്ടെ. 300 കൂടുതലില്ല. കുറേ കിടക്കാണ്. നമുക്ക് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. കിട്ടാട്ടോ എഗ്ഗ് കിട്ടാണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും സ്പോണാവും. ഞാനവിടെ സ്പോണാക്കാൻ എടുത്തു. അതുപോലെ കാണണ്ട എല്ലാ ഇല്ലെങ്കിലും ഉണ്ടാവും തോന്നുന്നു പറഞ്ഞാൽ. എല്ലാ ഇല്ലെങ്കിലും ഉണ്ടാവും. അപ്പം ഞാൻ അങ്ങോട്ട് പോകാൻ പോണേ. ഞാൻ ഇവിടെ ലാൻഡ് ചെയ്ത് എനിക്ക് എഗ്ഗ് കണ്ടുപിടിക്കണം. എഗ്ഗ് കണ്ടുപിടിച്ച് ഒരു സാധനം കിട്ടും. ആ ഇത് കിട്ടും. അപ്പം അത് കിട്ടിയാൽ നമുക്ക് ഒരു പോയിന്റ് തൊട്ട് എന്തോ സാധനം പോലെ ഉണ്ടാവും. എഗ്ഗ് ക്യാൻഡി എഗ്ഗ് എന്ന് പറഞ്ഞില്ലായിരുന്നു. അത് കിട്ടിയാൽ നമുക്ക് അതുകൊണ്ട് നമുക്ക് അതായിരിക്കും ഒരു എഗ്ഗ്. ഈ എഗ്ഗ് നമ്മളെ കണ്ട് ഓടിപ്പോകുന്നുള്ളൂ. ഈ എഗ്ഗ് ഓടിപ്പോകും നമ്മളെ കണ്ട. അതാണ് അത് പെട്ടെന്ന് എടുക്കാം, അല്ലെങ്കിൽ ഓടിപ്പോകും. അവിടെ ഈസ്റ്റർ ഷോപ്പ് ഉണ്ടാകും. ഈ ഈസ്റ്റർ ഷോപ്പിൽ നമ്മൾ സീക്രട്ട് എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് കിട്ടൂല. ഞാനൊന്നും നോക്കണില്ല. എഗ്ഗ് കണ്ടു പേടിച്ച് നമ്മെ എത്തിക്കും ഗൈസ്. എഗ്ഗ് ഞാൻ ഇപ്പം തന്നെ കണ്ടുപിടിച്ചെടുത്തിട്ട്. ഇപ്പം തന്നെ എൻ്റെ ഒരു സ്റ്റാഷ് നോക്കിയാൽ അത്ര എഗ്ഗ് ഉണ്ട്. അപ്പം എനിക്ക് എഗ്ഗ് ഇനിയും എടുക്കേണ്ടി വരും. 4000 5000 വരെ എത്തിക്കണം. എഗ്ഗ് എഗ്ഗില്ല അവിടെ എഗ്ഗില്ലടെ ഇവിടെയൊന്നും ഇവിടെ ഇല്ല എഗ്ഗ്. ഇത് വെച്ച് ഇങ്ങനെ പോകണം. എല്ലായിടത്തും ഞാൻ തപ്പണേടാ എഗ്ഗിന് വേണ്ടി. എഗ്ഗ് ഇവിടെ എഗ്ഗ് കിട്ടി. എഗ്ഗ് പൊട്ടിച്ചിട്ടുണ്ട്. ക്യാൻഡി എഗ്ഗ് കിട്ടി. ഇവിടെ ഇത്ര ഉള്ളതെന്ന് പറഞ്ഞു. അടുത്ത ഐലൻഡിലേക്ക് പോകാം. നമുക്ക് ആ ഐലൻഡിലേക്ക് പോവാം. ഫ്രോസൺ വില്ലേജിലേക്ക് പോകട്ടെ. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങിയത് ഇവിടെ കിട്ടോ. അതുകൊണ്ട് എഗ്ഗ് ഇവർ എടുത്തിട്ടുണ്ടാവും എനിക്കറിയില്ല. ഇവർ എടുത്തിട്ടുണ്ടാവും ഇവിടെ എഗ്ഗ്.
എനിക്ക് എഗ്ഗ് ഇവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. ഞാൻ പോകാം. ഇത് കിട്ടിയിട്ട് എനിക്ക് എഗ്ഗ് കിട്ടാതെ വിഷമം. 2 eggs 3 eggs ഓക്കെ. നമുക്ക് ഫോൺ അവിടെ ആൾക്കാരൊന്നും ഏറ്റവും വലിയ ലെവലായിരുന്നു മിക്കവാറും ഉണ്ടാവില്ല. നമുക്ക് വെറുപ്പുള്ളി ചാടിക്കറിയിട്ട് ടീരക്സ് മേടിക്കാം കേട്ടോ. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ടീരക്സ് മേടിക്കാം. മുട്ടകളിലൊന്നും കാണാനില്ല ടൂറിസ്. നമുക്ക് ഫ്ലൈറ്റൊക്കെ ചെയ്ത് നോക്കാം എവിടെയൊക്കെ കാണാൻ. എന്താ ഗൈസ് അവിടെ രണ്ട് കാണുന്നില്ല. എന്താ ഗൈസ് നിങ്ങൾക്കറിയോ എന്താണ് ഗൈസ്? നിങ്ങൾക്കറിയോ എന്താണെന്ന് അറിയുമെങ്കിൽ ഒന്ന് പറയാനായിട്ട് ഗൈസ്. എന്നിട്ട് മുട്ട കിട്ടി ഗൈസ്, മുട്ട കിട്ടി. മുട്ടയാണത്. ഇവിടെ മുട്ടയില്ലേ? മാറ്റി പോയ പോലെ മുട്ട സ്പൂണായിട്ടില്ലടേ. സാധാരണ മുട്ട സ്പൂണാവേണ്ടതാണ് ആ സ്ഥലത്തൊക്കെ. എനിക്ക് വേണോടെ ടീരക്സ്. കഷ്ടപ്പെട്ട് അതിനു വേണ്ടി അന്വേഷിക്കാതെ ഒന്നുമില്ല ഇവര്. ഇവിടെ ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് എല്ലാ ഐലൻഡിലും അവിടെ ഉണ്ടായത് ഒന്നുമല്ല, മിത്തിക്ക് മാത്രം. എനർജി പോലും ഇല്ല നമുക്ക്. ഇങ്ങനെ ഉണ്ടാവും നോക്കാം മുട്ട. ഇവിടെ ഇല്ല ഗൈസ്. ഇനി എവിടെ ഉണ്ടാവും എനിക്ക്. ഇവിടെ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇവിടെയൊന്നും ഇല്ല ഗൈസ്. ഇവിടെയൊന്നും ഞാൻ കാണുന്നില്ല. നമ്മൾ അവിടെ തന്നെ പോകണം ഗൈസ്. ഇവിടെ മാത്രം ഉണ്ടാവുള്ളൂ. ഇവിടെ ഒന്നും ഞാനൊന്നും കാണാനില്ല. മുട്ട കുറച്ച് കണ്ടുപിടിച്ചിട്ട് ഞാൻ സീരിയസ് മേടിക്കാത്തത്. എന്നിട്ട് ഞാൻ അവിടം വരെ ഞാൻ കത്തിയാണ് ഗൈസ്. അപ്പം ഞാൻ ഇങ്ങനെ ഇപ്പം ഇവിടെ വന്നതാണ്. ഒരു എഗ്ഗ് നമുക്കിവിടെ വേണമെന്ന് പറഞ്ഞ് അതിനുവേണ്ടി ഇവിടെ വന്നതാണ്. 3 എഗ്ഗ് ഒരുമിച്ച് കിട്ടി. ഇത് ഈ ഇരിക്കണ എഗ്ഗ് ഈ ഫൗണ്ടൻ സിറ്റി ഞാൻ നോക്കിയപ്പോൾ അത് ഹെഡ് ജയിലിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം ഞാൻ കൊണ്ടുപോകാൻ അപ്പോൾ ഗിവ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അത് ഗിവ് ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോഴത്തേക്കും എനിക്കിത് ഇട്ടായിട്ട് പറ്റും. അതെനിക്കറിയാം. ഡ്രോപ്പ് അതല്ല ഗൈസ്, ഇത് ഈ മരത്തിലിടിക്കണം തോന്നുന്നു. ഇത് മരത്തിലിങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായി. ഡ്രോപ്പ്
മുട്ട എവിടെ പോയി? മുട്ട എവിടെ പോയാ? മുട്ട കാണാതെ പോയി. എൻ്റെ മുട്ട ഇല്ലടാ. എനിക്ക് കിട്ടിയ മുട്ട കാണാതെ പോയിട്ട് ഗൈസ് ഉണ്ടോ? മുട്ട കാണാതെ എന്താ മുട്ട ത്രീൻ്റെ അവിടെ ഒരാള് സെഞ്ചിനാട്ടാന്ന് തോന്നുന്നു. അയാൾ ഇങ്ങനെ M1 ചെയ്ത അവിടെ പിന്നെ ടീലക്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, റീസ്റ്റോക്ക് ആയില്ലേ. മിത്തിക്സിനൊക്കെ എത്ര ഇരിക്കും ഗൈസ്? ആ ടീലക്സ് പോയിട്ടില്ല. ആടാ പോയടാ, ടീലക്സ് പോയി. ഇപ്പം എത്ര ഉണ്ട് നമ്മുടെ കയ്യിൽ? ഇത് എത്ര ഉണ്ട്? എൻ്റെ മുട്ടയും പോയി കയ്യിലുള്ള. ആ മുട്ടയും പോയി, ഇതും പോയി, എല്ലാം പോയി. നിങ്ങളെ കട്ടിയാട്ടപ്പോഴത്തേക്കും ഗ്രൈൻഡ് ചെയ്യാനായിരുന്നു. പുറത്ത് വരണം. ആരോടത്? ഞാൻ ഫീൻഡ് അടിച്ചാൽ ഫ്രിഞ്ച് ഒന്ന് അടിച്ചറിയാതെ. ആരടാ? എന്തൊക്കെ സാധനങ്ങളാണോ? ഞാനൊന്ന് പറഞ്ഞ എടുക്കാൻ നോക്കിയതാ. നെല്ലി ഇവൻ എന്നെ എൻ്റെ കയ്യിലുള്ള സാധനം എടുത്തോണ്ട് പോയി. ഞാൻ ചെയ്യാൻ നോക്കിയപ്പോൾ ഫിഷിങ് കൊണ്ട് നമുക്കൊരു ഇത് എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയാം. അത് ഞാനിപ്പോൾ എടുക്കാൻ നോക്കാൻ പോകണം. കുറേ സാധനം എടുക്കായിരിക്കും മിക്കവാറും. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്കും സ്കിപ്പ് ചെയ്യാം. അപ്പം എന്നാൽ നമുക്ക് ഗെയിം എൻഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ഗെയിം എൻഡ് ചെയ്യാം. ഷൂട്ട് റോൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എന്തോ സാധനങ്ങളൊന്നറിയില്ല. എന്താണെന്ന് നമുക്ക് അറിയില്ല. അതിനെ എങ്ങനെയോ ചെയ്യും. ഭയങ്കര പാടാണ് ഇപ്പം എത്തിക്കാൻ. എന്താടാ ഇവൻ ശരിക്കും കൊടുക്കേണ്ടത് ഈ റുഫീന്. കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്ത് കേട്ടോ ഗൈസ്. ശരിക്കും എന്ത് ചെയ്യാൻ പോണേ അമ്മ? ഒരു മുട്ടയുടെ സ്പൂണൊക്കെ ഉണ്ടായിരുന്നു. ഈ മുട്ടയും കൂടി മുട്ടയല്ലല്ലോ ഇത്. ഒരു ഓണേഴ്സായിട്ട് ഇവനും കൂടി കൊണ്ടുപോവാ. കൊല്ലൂലെന്നൊക്കെ പറഞ്ഞ ആളാണ് ഇപ്പം ഞാൻ കൊല്ലാൻ പോകുന്നത്. അതുകൊണ്ട് വിഷമിക്കേണ്ട ഗൈസ്. ഞാൻ പൊട്ടനൊന്നും അല്ലട്ടോ, പ്ലീസ് ഗൈസ്. പൊട്ടനല്ല ഗൈസ്, പൊട്ടനല്ലാട്ടാ. കാണാമല്ലോ പെയിൻ വെച്ച് ഒരാളിനെ കൊന്നു. പിന്നെ എനിക്ക് പെയിൻ ഉണ്ടായതാണ്. അപ്പോൾ ഗൈസ് കണ്ട 884
കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞതിൻ്റെ ഇത് കൊണ്ടിട്ട് ഏഞ്ചലിൻ്റെ ഇതൊക്കെ ഉണ്ട്. നമുക്ക് ബോസിനെ കൊല്ലാം ഗൈസ്. കേൾക്കാൻ പറ്റുന്ന